ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയോൺ SSLCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നാളത്തെ ഹിന്ദി പരീക്ഷയ്ക്ക് ഷുവറായിട്ടും വരും എന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് പ്രഡിക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹിന്ദിയുടെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ്. നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ഷുവർ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചോദ്യങ്ങളല്ല, അതെങ്ങനെ ഏത് ചാപ്റ്ററിൽ നിന്നും വരും, ഏത് ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്ന് വരുമെന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സബ്സേ ബഡാ ഷോമൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സബ്സേ ബഡാ ഷോമൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഒരു ഡയറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡയറി സബ്സേ ബഡാ ഷോമൻ ഡയറി വരുന്നത് ചാർലിയിൽ നിന്നോ അതോ ചാർലിയുടെ അമ്മയിൽ നിന്നോ ആയിരിക്കും നിങ്ങൾക്ക് ഡയറി വരാൻ പോകുന്നത്. ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ചാർലിക്ക് ഉണ്ടാകുന്ന സന്തോഷം ഡയറി കൂടെ പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ ചാർലിയുടെ അമ്മയുടെ സന്തോഷം, മോൻ സ്റ്റേജിൽ പെർഫോം ചെയ്തതിൻ്റെ സന്തോഷം അമ്മയ്ക്ക് വേണം പ്രകടിപ്പിക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ റപ്പഡാണ്. നമ്മുടെ സ്റ്റേജ് പെർഫോമൻസിൽ നിന്നും വരുന്ന ന്യൂസ് പേപ്പറാണ്. ചാർലി സ്റ്റേജ് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം പത്രത്തിൽ അച്ചടിച്ച് വന്ന ഒരു പത്രവാർത്തയാണ് എഴുതേണ്ടത്. നിങ്ങൾക്കപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതാവുന്നതാണ്. പഠിച്ച് വന്നാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെഴുതാവുന്നതുമാണ് സ്റ്റേജ് പെർഫോമൻസ്. അടുത്തതെന്ന് പറഞ്ഞാൽ വാർത്താലാപാണ്. വാർത്താലാബ് മായും അതുപോലെ തന്നെ മാനേജറുമായിട്ട് അമ്മയ്ക്ക് തൊണ്ട വയ്യാഞ്ഞ് ഇറങ്ങിപ്പോയപ്പം അമ്മയും മാനേജറും തമ്മിലുള്ള സംസാരമാണ് വാർത്താലാബ്. സാധാരണ വരാൻ ചാൻസ് ഉള്ളത് ഇതിനെ ചിലപ്പോൾ വാർത്താലാബ് അല്ലായിരിക്കും, അല്ലാതെ പട്കഥയായിട്ടും വേണം നമുക്ക് ഇത് ചോദിക്കാം. ഓക്കെ, പട്കഥയായിട്ടും ഈ ഒരു സംഭവം ചോദിക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ പത്രമാണ്. നമുക്ക് ചാർലി അതുപോലെ രണ്ടുപേരെ സാധ്യതയുണ്ട്. ചാർലിക്ക് വേണമെങ്കിൽ ചാർലിയുടെ കൂട്ടുകാർക്ക് താൻ ഇന്നപോലെ സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞൊരു ഡയറി ഇല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് തൻ്റെ കൂട്ടുകാരോട് തൻ്റെ മോൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞൊരു ഡയറി ഇല്ല. അടുത്ത പാഠം എന്ന് പറഞ്ഞാൽ അകാലോ ഉസ്കെ ബാദ്. ഇതിൽ നിന്ന് വരാൻ പോകുന്ന സാധ്യതയുള്ള ഒറ്റ ഒരു ചോദ്യം ടിപ്പണിയാണ്. ഷുവറാണ്, 99% ഷുവറാണ് ടിപ്പണി വരാൻ പോകുന്നത് ഈ ഒരു അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് വേറെ അത്രയ്ക്ക് വലിയ സാധനമൊന്നുമില്ല ഈ ഒരു പാഠത്തിൽ നിന്ന്. അല്ലാതെ വരുന്ന ഒരു നോട്ടീസാണ്. അത് എങ്ങാനും വരുവാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നോട്ടീസ് അല്ലാതെ നോട്ടീസ് ഒഴിച്ച് ബാക്കി വരുവാണെങ്കിൽ ആ ടിപ്പണി മാത്രമാണ് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി. നിങ്ങൾ പഠിച്ചു നോക്കാൻ 99% ഷുവറാണ്. ബാക്കിയുള്ള 1% നിന്ന് നിങ്ങൾക്ക് ചിലപ്പം ടൂട്ട പഹിയ ഒന്ന് നോക്കി വെച്ചിട്ട് പോകാം. ചിലപ്പം ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടഫ് ഇടാനാണെങ്കിൽ നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ ടൂട്ട പഹിയയിൽ നിന്നും നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണി ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ 1% മാത്രമാണ്. ഓക്കെ, 1% മാത്രമാണ് ചാൻസ്. അതുകൊണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ബാക്കി ആദ്യമേ നിങ്ങൾ അകാൽ ഓർ ഉസ്കെ ബാദിന്റെ ടിപ്പണി പഠിക്കുക, അതിനുശേഷം ടൂട്ട പഹിയ പഠിക്കുക. അടുത്ത ഒരു പാഠമാണ് ഠാക്കൂർ കാ കുആ എന്ന് പറഞ്ഞാൽ ഠാക്കൂർ കാ കുആയിലെ ലേഖാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ലേഖ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേഖ് എന്ന് പറയുന്നത് ജാതി പ്രദായമായിട്ട് ബന്ധപ്പെട്ട ലേഖാണ്. ജാതി വ്യവസ്ഥ, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ലേഖായിട്ട് എഴുതുന്നത്. അടുത്ത ചരിത്ര ടിപ്പണി അഥവാ ക്യാരക്ടർ സ്കെച്ച്. അതിനകത്ത് ഗംഗി അതുപോലെ തന്നെ ജോഖുവിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കുക. അതിനുശേഷം വരുന്ന വാർത്താലാബാണ്. വാർത്താലാബ് ജോഖുവിനെ ഗംഗിയുടെ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ ഒന്നെങ്കിൽ ജോഖു വെള്ളം കുടിച്ചതിനെ പറ്റിയുള്ള സംസാരം, അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഫസ്റ്റ് സീനെ ആ ഒരു സംസാരം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെയും വാർത്താലാബിന് പകരം പട്കഥ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വാർത്താലാബിന് പകരം പട്കഥയും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സീൻ തന്നെ, ഈ രണ്ട് സീൻ വെച്ച് നമുക്ക് പട്കഥയും പ്രതീക്ഷിക്കാം. അതിനുശേഷം ഡയറിയാണ്. ഗംഗി ഒരു ഠാക്കൂറിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിനെ കുറിച്ച് അന്ന് ഗംഗി എഴുതിയ ഡയറി നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന ബസന്ത് മേരെ ഗാവ് കാ, അവിടുന്ന് നമുക്കൊരു ലേഖ പ്രതീക്ഷിക്കാം. ഫൂലോं की त्योहार എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ ഒരു പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേഖ സുഖമായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന വാർത്താലാബാണ്. വാർത്താലാബ് പശുചാരകും അതുപോലെ തന്നെ ഗാവുവാലും തമ്മിലുള്ള സംസാരമാണ് വാർത്താലാബായിട്ട് സാധാരണ ചോദിക്കാറ്. ഇവിടെ നമുക്ക് വേണേൽ വാർത്താലാബല്ല പട്കഥയായിട്ട് നമുക്ക് വേണേൽ എഴുതാം. അടുത്തൊരു പാഠം എന്ന് പറയുന്നത് ദിശാഹിൻ ദിശയാണ്. ദിശാഹിൻ ദിശയിൽ നിന്ന് ലെറ്ററും അതുപോലെ ചരിത്ര ടിപ്പണി അഥവാ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കുന്നതാണ്. ലെറ്റർ എന്ന് പറയുന്നത് താൻ പോയ
സ്ഥലത്തെക്കുറിച്ച് കഥാകൃത്ത് തന്റെ കൂട്ടുകാർക്ക് എഴുതുന്നതാണ് ലെറ്ററായിട്ട് വരുന്നത്. ചരിത്ര ടിപ്പണി എന്ന് പറയുന്ന അബ്ദുൽ ജബ്ബാറും അതുപോലെ തന്നെ അവിനാശിനെയും കുറിച്ചാണ് ചരിത്ര ടിപ്പണി അഥവാ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുള്ളത്. ഇനിയും വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അഥവാ ഗ്രാമർ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന 4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമറും നോക്കാം, ഏതാണ് ഷുവർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഷുവർ ആണ്, 100% ഷുവർ ആണ് നാളത്തെ പരീക്ഷയിൽ കാണാം ഒരു വാക്യ പിരമിഡ്. വാക്യ പിരമിഡിന്റെ ചെറിയൊരു മാതൃകയാണ് കഴിഞ്ഞ 2022 ചോദ്യപേപ്പറിൽ നിന്ന് എടുത്ത ഒരു മാതൃകയാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. വാക്യ പിരമിഡ് പൂർത്തീകറോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഷുവർ ആയിട്ട് വരുന്നതാണ് സഹി വികൽപ്പ് കറോ. ഇവിടെ സഹി വികൽപ്പ് കറോ എന്ന് പറഞ്ഞാൽ a+k എന്ന് പറഞ്ഞ സമം ഏതാണെന്ന് നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരുമായിരിക്കും. ഇതിന്ന് നോക്കി എഴുതാനാണ് നിങ്ങൾക്ക് തരുന്ന സഹി. പിന്നെ വരുന്നത് 100%, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സഹി മിലാൻ കറോ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന്റെ മാതൃക തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പൂരിപ്പിക്കുക. അടുത്ത സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളവയിൽ നിന്ന് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തിയത്. ചിലപ്പോൾ 4 മാർക്കിനും വരുന്നതാണ്, ഓപ്ഷനായിട്ട് 4 മാർക്കിനും വരുന്നതാണ്. എൻ്റെ ഇതിൽ നിങ്ങൾ ഇത് എഴുതുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ നല്ലപോലെ ആ ഒരു പാരഗ്രാഫ് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ശരിക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വിശേഷൻ ശബ്ദം. 1 മാർക്കിനാണെങ്കിൽ പോലും നിങ്ങൾ ആ 1 മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയേറെയാണ്. വിശേഷൻ ശബ്ദം നോക്കിയിരുന്നത് ഇവിടെ കാനി കുത്തിയാണ് നൽകിയിരിക്കുന്നത്. കാനി കുത്തിയിലെ വിശേഷ ശബ്ദം എന്ന് പറഞ്ഞാൽ കാനിയാണ്. നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു ശബ്ദമാണ് വിശേഷൻ. നൗണിനെ വിശേഷിപ്പിച്ച് പറയുന്നതാണ് വിശേഷൻ ശബ്ദം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത്രയും പഠിക്കുകയാണ്, നിങ്ങൾക്ക് 36+ മാർക്ക് ഷുവർ ആണ്, അഥവാ A+ മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ തന്ന ഭാഗങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബസന്ത് മേരകാവഖയിലെ അതുപോലെ ടാക്കർ കാക്കുവയിലെ ലേഖം ചരിത്ര ടിപ്പണി നിങ്ങൾ നല്ലപോലെ നോക്കി വെക്കുക. അതുപോലെ ആസ്വാദന ടിപ്പണി നിങ്ങൾ നോക്കി വെക്കുക. നാളത്തെ എക്സാമിന് ഷുവർ ആയിരിക്കും. പിന്നെ ഞാൻ തന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും വളരെ ഷുവറാണ്, നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ നാളെ കാണാം.